ഹായ്, നല്ല തണുപ്പാലേ. തണുപ്പൊക്കെ ഒന്ന് മാറി കുറച്ചൊരു വെയിലായപ്പോ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിട്ടോ. നല്ല ദോശയും അതുപോലെ പാൽച്ചായയും പിന്നെ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുറ്റൊന്ന് അടിച്ചേരി, മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി, മുറ്റത്ത് കൂടെ അടിച്ചേരി നടക്കുമ്പോഴാണോ വല്ലതും കാണാട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് മുറ്റടിച്ചേരാൻ നടക്കും. അത് കഴിഞ്ഞപ്പോ അതിന്റെ ഇടയിലാണ് ഞാൻ ഇപ്പൊ എന്റെ കണ്ണിൽ ഇത് പെട്ടത് കേട്ടോ. മഞ്ഞൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ മഞ്ഞളൊക്കെ ഒന്ന് എടുത്തിട്ട് ഇപ്പൊ ഏതായാലും സ്കൂളൊന്നും ഇല്ലല്ലോ, ലീവല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് എടുക്കാനുള്ള സമയമാണത് കേട്ടോ. അപ്പൊ ഏതായാലും ഞാനിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് എന്റെ നാട്ടിലേക്കൊന്നും പോണില്ല, പോകാൻ പറ്റൂല. വലിയ കുട്ടികൾക്ക് നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ട്. നാളെ ഒരു ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഞാനിതാ ഈ മഞ്ഞളൊക്കെ പറിച്ചെടുക്കണ്ട്. അപ്പൊ ഇതെന്താണ്, എന്ത് മഞ്ഞളാന്ന് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് എടുത്ത് പറിച്ച് ഉമ്മക്കൊന്ന് മണപ്പിച്ചു കൊടുത്തു നോക്കിയപ്പം നല്ല കസ്തൂരി മഞ്ഞളുടെ സ്മെല്ല് തന്നെയാണ് കേട്ടോ. അപ്പൊ ഏതായാലും അതൊക്കെ കളച്ചെടുത്തു, അതിലുള്ളിടത്തോളൊക്കെ എടുത്തു കേട്ടോ. ഉള്ളതാവട്ടെ ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി നന്നായിട്ട് തോലൊക്കെ ചെത്തിയിട്ട് ഉണക്കിയെടുക്കണം. എന്താലേ കഷ്ടപ്പാട്. സാരില്ല, കഷ്ടപ്പെട്ടാലും നല്ല അടിപൊളി സാധനം കിട്ടും. ഒരു മായം ചേർക്കാത്ത അടിപൊളി കസ്തൂരി മഞ്ഞള് നമുക്ക് അരച്ച് പൊടിച്ച് മുഖത്തൊക്കെ ഇങ്ങനെ തേച്ചാ നല്ല കയ്യെന്ന് കാണിച്ചെടുക്കി. അപ്പോഴാണ് മോന് സ്കൂൾ വിട്ട് വന്നത് കേട്ടോ. മോനോട് പിന്നെ ഇതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ അവന്റെ വക കുറച്ച് വീഡിയോ എടുക്കലൊക്കെ ഉണ്ടായിട്ടോ. ഇപ്പൊ ഇത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അത് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവന് തന്നെ നാണായി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ തേച്ച് വെളുപ്പിക്കും ഞാൻ ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. അയ്യോ വേണ്ട, നിങ്ങൾ തന്നെ തേച്ചാൽ മതി പറഞ്ഞേ. അങ്ങനെ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇതാ തോലൊക്കെ ചെത്തി അടിപൊളിയായിട്ടുണ്ട്. ഇതാ ഏകദേശം അപ്പൊ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് ചെറുതായി കട്ടി കുറഞ്ഞ് അരിയണം എന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പൊ പിന്നെ അത് കട്ടി കുറഞ്ഞ് അരിഞ്ഞതാ. ഏകദേശം ചേന ചെത്തിയ പോലെ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് ഉണക്കാൻ. ഇപ്പൊ മുകളിലേക്കൊന്നും കയറാൻ വയ്യട്ടോ ഗൈസ്, ഒരു വിധായിട്ടുണ്ട് ഞാന്. ഏതായാലും ഞാൻ ഇവിടെ തന്നെ താഴ്ന്നപ്പെടുന്നുണ്ട്. ഇന്നത്തെ വെയിൽ ഇവിടുന്ന് കൊള്ളട്ടെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ പിറ്റേന്നൊക്കെ ഞാൻ മുകളിലാണ് ഇട്ടത് കേട്ടോ. 4-മത്തെ ദിവസം ഇപ്പൊ അത് ഇത്രയായിട്ടോ. ചുരുങ്ങി ഇത്രയായി. ഇനി ഇത് നല്ലോണം ഉണങ്ങി വരുമ്പോഴേക്കിന് എത്ര ഉണ്ടാവുമോ. ഏതായാലും ഉണങ്ങി വരട്ടെ, ഉള്ളതോടെ നമുക്ക് പൊടിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.